സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രം ഓഫീസ് ആലപ്പുഴ കളർകോട് പ്രവർത്തനം തുടങ്ങി. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർമ്മക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന കീടനിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്ക് 2765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമാനുമതി ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഇത്രയും വലിയ നിക്ഷേപം കേരളത്തിന്റെ കാർഷിക വിപണിക്ക് ശക്തി പകരും. ഇതിൽ 500 കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്രമേൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമുക്ക് അത്രയും ഗൗരവം തോന്നുന്നൊന്നുമില്ലായിരിക്കാം. പക്ഷെ ഒരു VIP പരിഗണനയായിരുന്നു പണ്ട് അരിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ അരി എത്രയോ കാര്യങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഘടകമായി മാറി. മരിച്ചാൽ വൈക്കരി ഇടുന്നതിലേക്ക് വേറെ ഒന്നും ഇടാത്തതെന്താണ് ആലോചിച്ച് നോക്കുക. അരിക്കൊരു വലിയ സവിശേഷ പ്രാധാന്യം. നിലത്തെഴുത്ത് എന്ന് പറയുന്നത് നിലത്തിരുന്നാണ് എഴുതുന്നതെങ്കിലും എഴുതുന്നത് മണലല്ല. ആദ്യാക്ഷരം കുറിക്കുന്നത് അരിക്കകത്തായിരുന്നു. അനിയന്ത്രിതമായ അളവിലുള്ള കീടനാശിനി പ്രയോഗവും ശത്രുവിനെയും യുദ്ധത്തെയും ഒരുപോലെ തകർക്കുന്നതിനകത്തേക്ക് വെള്ളത്തിൽ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആരാണ് ബോംബിന് ഇരയാവുന്നത് പറയാൻ പറ്റില്ല. ഇതിന് മൊത്തം പേർക്കും ആ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് കീടനാശിനി പ്രയോഗം, കീടത്തെ തുരത്തൽ എന്നെല്ലാം പറഞ്ഞാൽ വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നല്ലവണ്ണം മനസ്സിലാക്കി പഠിച്ച് ബോധ്യപ്പെട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് തന്നെയാണ് ഒരു കീടരോഗ നിയന്ത്രണം എന്നതിലേക്ക് എത്തേണ്ടത്. കീടരോഗങ്ങളെ മാറ്റേണ്ട തരത്തിലേക്ക് എത്തേണ്ടത്. അതിനൊക്കെ സഹായകമാവുന്ന സംവിധാനമാണ് നമുക്കുണ്ടാകുന്നത്.